ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട MCQs ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീലിംഗ് വിത്ത് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് കോസസ് ഈസ് നോൺ എസ്. ഏതാണ് ഫിസിക്സിലെ ഏത് ബ്രാഞ്ച് ആണ് മോഷനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ആ മോഷൻ കാരണമാകുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യാത്ത ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ വരുന്ന സ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബോഡി അറ്റ് റെസ്റ്റ്, ഒരു റെസ്റ്റിലുള്ള ബോഡിയെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സ്റ്റാറ്റിക്സ് വരുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബോഡിക്ക് മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ പറ്റി കൂടെ പ്രതിപാദിക്കുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആണ് ഡൈനാമിക്സ് വരുന്നത്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് മോഷനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ, ആ മോഷൻ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് കൈനമാറ്റിക്സ് ആണ്. ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് പാർട്ടിക്കിൾസിന്റെ മോഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹൈഡ്രോ ഡൈനാമിക്സ് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഈ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും നമ്മുടെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നെ പറ്റി കറക്റ്റ് ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ, ഈ ഒരു MCQ സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു രീതിയിലാണ് ട്രാവൽ ചെയ്ത് എത്തിയത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ്. ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാത്തിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് സീറോ, എപ്പോഴും സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോ ആവാം. അപ്പം എപ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒന്നുകിൽ ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കുന്നത്? ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളൂ. പാത്ത് ലെങ്ത് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി വേറസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഓവർ എ ഗിവൺ ടൈം ഇന്റർവെൽ. അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് വരാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് എന്ത്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ എൻഡ് പോയിന്റ് വേർ ഈസ് പാത്ത് ലെങ്ത് ഡിപ്പെൻഡ് അപ്പോൺ ദ ആക്ച്വൽ പാത്ത് ഫോളോ. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്താണ്? എൻഡ് പോയിന്റ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം ഡിസ്റ്റൻസ് ആയിക്കോട്ടെ ആ ട്രാവൽ ചെയ്ത ആക്ച്വൽ പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഡിസ്റ്റൻസിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The three initial and final position of a man on the x-axis are given as. Initial position തന്നിട്ടുണ്ട്, final position തന്നിട്ടുണ്ട്. Which pair gives negative displacement? ഈ തന്നിട്ടുള്ളതിൽ ഏത് പെയർ ആണ് നമുക്ക് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തരുന്നത്? അപ്പൊ ഇനിഷ്യൽ പൊസിഷനും ഉണ്ട്, ഫൈനൽ പൊസിഷനും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, ഏത് ഓപ്ഷനിലാണ് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത്
7 മൈനസ് -3. അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടും. അത് പോസിറ്റീവ് ആണ്. ഇനി അടുത്തത് -3 -7 -10. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ഓപ്ഷനിലാണ് എന്ത് വരുന്നത്? നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അടുത്ത വരുമ്പോ എന്താണ്? 3 മൈനസ് -7 10 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത്? ഫൈനൽ പൊസിഷൻ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന എന്താണ്? ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A drunkard walks 5 steps forward and 3 steps backward repeatedly. Each step is 1 meter. Each step takes 1 second. A pit is 11 meter away. When will he fall into the pit? അപ്പോൾ ഒരു ഡ്രങ്കാർഡ് 5 സ്റ്റെപ്പ് ഫോർവേഡ് നടക്കുന്നുണ്ട്, 3 സ്റ്റെപ്പ് ബാക്ക്വേർഡും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും 1 മീറ്റർ ആണ്. ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. കറക്റ്റ് 11 മീറ്റർ കഴിയുമ്പോൾ ഒരു കുഴിയുണ്ട്. എപ്പോഴാണ് ആ പിറ്റിലേക്ക്, അറ്റ് വാട്ട് ടൈം ആ പിറ്റിലേക്ക് ആ മാൻ വീഴും എന്നുള്ളതാണ്. നമുക്ക് 4 ഡിഫറെന്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഫോർവേഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 5 സ്റ്റെപ്പാണ് ഫോർവേഡ് മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. 5 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ? ഓരോ സ്റ്റെപ്പും ഓരോ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 മീറ്റർ ആണ് വരുന്നത്. ഇനി അതിന് എടുക്കുന്ന സമയം, ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡ് ആണ്. അപ്പൊ ഫോർവേഡ് മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ 5 സെക്കൻഡ് എടുക്കും. ഇനി അടുത്ത ബാക്ക്വേർഡ് മൂവ്മെന്റ്, അത് ഒരു സൈക്കിളായിട്ട് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 സ്റ്റെപ്പ് ഫോർവേഡ് പോകുമ്പോൾ 3 സ്റ്റെപ്പ് ബാക്ക്വേർഡ് വരും. അപ്പൊ 3 സ്റ്റെപ്പ് ബാക്ക്വേർഡ് വരും, 3 മീറ്റർ ബാക്ക്വേർഡ് വരും. അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു സൈക്കിൾ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 5 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ്, ദാറ്റ് ഈസ് 8 സെക്കൻഡ് ആണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത്? 5 മീറ്റർ ഫോർവേഡും 3 മീറ്റർ ബാക്ക്വേർഡും ആണ്. അപ്പൊ 5 മീറ്റർ മൈനസ് 3 മീറ്റർ. അപ്പൊ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് 2 മീറ്ററേ ഉള്ളൂ. അതുപോലെ 3 ഡിഫറെന്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 മീറ്റർ കവർ ചെയ്യും. അതായത് 3 × 2 6 മീറ്റർ കവർ ചെയ്യും. നമ്മൾ 4 സൈക്കിൾ എടുക്കാത്ത കാര്യം എന്താണ്? 6 മീറ്റർ കവർ ചെയ്യുമ്പോൾ തന്നെ ഇനി അടുത്ത ഫോർവേഡ് മൂവ്മെന്റ് വരുമ്പോൾ 6 + 5 വരുമ്പോൾ തന്നെ 11 മീറ്റർ അവിടെ പിറ്റിൽ അപ്പൊ തന്നെ ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ 4ാമത്തെ സൈക്കിൾ അവിടെ എന്താണ് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 മീറ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ എടുക്കുന്ന 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 × 3 24 സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഇനി അടുത്ത ഫോർവേഡ് മൂവ്മെന്റിൽ അടുത്ത 5 മീറ്റർ കവർ ചെയ്യുമ്പോൾ അടുത്ത 5 മീറ്റർ കവർ ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം 5 സെക്കൻഡ് ആണ്. അടുത്ത ഫോർവേഡ് മൂവ്മെന്റിലാവുമ്പോൾ തന്നെ നമുക്ക് എത്രയാവും? 6 + 5 11 മീറ്റർ കവർ ആവും. അവിടെയാണല്ലോ പിറ്റ് ഉള്ളത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 24 സെക്കൻഡ് പ്ലസ് 5 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 29 സെക്കൻഡിലാണ് എന്ത് അയാൾ ആ കുഴിയിൽ വീഴുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് 29 സെക്കൻഡ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ 4ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്. ന്യൂമറിക്കൽ നമുക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ആണോ, ഓൾവേസ് ലെസ് ദാൻ 1 ആണോ, ദെൻ ഓർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണോ, ഈക്വൽ ടു ഓർ മോർ ദാൻ 1 ആണോ? ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ ആണ്. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വരും? അപ്പം always greater than or equal to displacement left hand side ലോട്ട് വരുമ്പോൾ distance by displacement always greater than or equal to 1 ആണ്. equal to or more than 1. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. The numerical ratio of distance to displacement is numerical ratio of distance to displacement എന്ന് പറയുന്നത് always equal to or more than 1. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എ മാൻ ഗോസ് 10 മീറ്റർ നോർത്ത്, ഒരു മാൻ
10 മീറ്റർ നോർത്തിലോട്ട് പോയി. ദെൻ 20 മീറ്റർ ടു ദ ഈസ്റ്റ്, 20 മീറ്റർ ഈസ്റ്റ് ആണ്. ദെൻ ഹിസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പൊ ഈ ഒരു ലെങ്ത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണല്ലോ. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 100 പ്ലസ് 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 500 എന്ന് വരും, വിച്ച് ഈസ് ഇക്വലന്റ് ടു 22.36 എന്ന് കിട്ടും. അപ്പൊ 22.36 അതിനോട് അടുത്ത ആൻസർ വരുന്നത് 22.5 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 6th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. Which of the following changes when a particle is moving with uniform velocity? ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ എന്തിനാണ് ചേഞ്ച് വരുന്നത്? ഒരു പാർട്ടിക്കിള് യൂണിഫോം വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ അവിടത്തെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡും ഡയറക്ഷനും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ പൊസിഷൻ എന്തായിരിക്കും? പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ ഒരു വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് വെൻ എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, ആക്സിലറേഷൻ എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് ചേഞ്ച് ആവുന്നത്? പൊസിഷൻ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ 7ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പൊസിഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ OP. ഒരു കാർ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. OP ഫിഗർ തന്നിട്ടുണ്ട്. ഇറ്റ് മൂവ്സ് ഫ്രം O to P. O to P ലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? O to P ലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം 8 സെക്കൻഡ് ആണ്. ആൻഡ് റിട്ടേൺസ് ഫ്രം P to Q. P to Q ലോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡും ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആവറേജ് സ്പീഡ് ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q, അതിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ മോഷൻ ഫ്രം ആവറേജ് സ്പീഡ് ആണ് O to P ആൻഡ് ബാക്ക് ടു Q നോക്കണം. അപ്പൊ ആവറേജ് സ്പീഡ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? O to P 360 ആണ്. P to Q തിരിച്ചു വരുമ്പോൾ O to P യിലുള്ള ഡിസ്റ്റൻസ് 360 മീറ്റർ ആണ്. P to Q ഉള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 360 മൈനസ് 240 ചെയ്താൽ മതി. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ O to P 360 മീറ്റർ ആണ്. O to P തന്നിട്ടുണ്ട് 360 മീറ്റർ. പിന്നെ P to Q 240. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? 360 മൈനസ് 240 ചെയ്യുന്ന സമയത്ത് നമുക്ക് P to Q യുടെ ദൂരം കിട്ടും. അപ്പൊ അത് എത്രയാണ്? 120 ആണ്. അപ്പൊ 120 മീറ്റർ പ്ലസ് 360 മീറ്റർ ഈ O to P ബാക്ക് ടു Q. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വൽ പാത്ത് ലെങ്ത് എടുക്കണം അല്ലെ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, ആക്ച്വൽ പാത്ത് ലെങ്ത് ആണല്ലോ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പൊ O to P വരുന്ന 360, P to Q വരുമ്പോൾ 360 മൈനസ് 240, ദാറ്റ് ഇസ് 120. അപ്പൊ 120 പ്ലസ്
360 ചെയ്യുന്ന സമയത്ത് നമുക്ക് 480 മീറ്റർ കിട്ടും. അതാണ് എന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? O to P വരെ പോകാൻ എത്രയാണ്? 8 സെക്കൻഡ് ആണ് എടുക്കുന്നത് അല്ലെ. 18 സെക്കൻഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. O to P യിൽ പോകാൻ 18 സെക്കൻഡ്, തിരിച്ച് P to Q എത്താൻ എത്രയാണ്? 6 സെക്കൻഡുമാണ്. അപ്പൊ ടോട്ടൽ വരുന്നത് 24 സെക്കൻഡാണ്. ഇനി ആവറേജ് സ്പീഡ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് 480 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ആദ്യം തന്നിട്ടുള്ള ആവറേജ് സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആവറേജ് സ്പീഡ് ഫ്രം O to P ബാക്ക് ടു Q എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. അപ്പം O to P ആൻഡ് ബാക്ക് ടു Q ആണ്. O to P 360-യും ഇനി ബാക്ക് ടു Q വരുമ്പോൾ 240 ആണ്. ഇനി അപ്പം ഇവിടുത്തെ ഇനിഷ്യൽ പൊസിഷൻ ഇതും ഫൈനൽ പൊസിഷൻ ഇതുമാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എൻ പോയിന്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ്. ഇനി ടോട്ടൽ ടൈം എന്താണ്? ടൈം സെയിം തന്നെയാണ്. O to P വന്നത് 18 സെക്കൻഡും ബാക്ക് ടു P to Q വന്നത് 6 സെക്കൻഡും. അപ്പൊ 18 + 6 24 ആണ്. അപ്പൊ ഇവിടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ആവറേജ് വെലോസിറ്റി ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് ഫ്രം O to P ആൻഡ് ബാക്ക് ടു O. അപ്പൊ അടുത്തെന്ന് വെച്ചാൽ O to P ആൻഡ് ബാക്ക് ടു O യുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആവറേജ് സ്പീഡ് ഫ്രം O to P ആൻഡ് ബാക്ക് ടു O ആണ്. O 360 240. അപ്പൊ ഇങ്ങോട്ട് 360 മീറ്റർ ആണെങ്കിൽ തിരിച്ചു പോകുമ്പോഴും 360 എന്നല്ലോ. O to P ആൻഡ് ബാക്ക് ടു O. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 360 + 360 എന്ന് വരും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 720 മീറ്റർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് 18 സെക്കൻഡ് ആണെങ്കിൽ തിരിച്ചും 18 സെക്കൻഡ്. അപ്പൊ 18 + 18 36 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 720 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 36. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ അതും എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആവറേജ് നമുക്ക് ആവറേജ് വെലോസിറ്റി ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ആവറേജ് വെലോസിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആവറേജ് വെലോസിറ്റിയും കൂടെ നോക്കാം. ആവറേജ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ എന്താണ്? O to P O to P യിൽ എത്തിയിട്ട് തിരിച്ച് O യിൽ തന്നെ വന്നു. അപ്പൊ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പൊ 0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 18 സെക്കൻഡ് + 18 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ടൈം അവിടെ നോക്കേണ്ട. 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആവറേജ് ആവറേജ് വെലോസിറ്റി വരുന്നത് എന്താണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ തന്നിട്ടുള്ളതിൽ തെറ്റെന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് വെലോസിറ്റി ഫ്രം O to P ആൻഡ് ബാക്ക് ടു O ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്. കാരണം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The area under the velocity time graph. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ
അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ 0 to t ടൈം ഇന്റർവെലിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതൊരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ വരുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വരും. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A boy walks 2.5 km to a market at 5 km per hour and returns instantly at 7.5 km per hour. Find the average speed and average velocity. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന ദൂരം 2.5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴും ഡിസ്റ്റൻസിന് ചേഞ്ച് വരത്തില്ലല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് 2.5 പ്ലസ് 2.5 5 കിലോമീറ്റർ ആണ്. ടൈം തന്നിട്ടുണ്ട് 50 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ 50 മിനിറ്റ് ആകുമ്പോൾ ആ മിനിറ്റിനെ നമ്മൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 50/60 ചെയ്യുമ്പോൾ 5/6 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 5 ആണ്, ടൈം എന്ന് പറയുമ്പോൾ 5/6 ആണ്. കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 6 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി അടുത്തത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പം ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അപ്പൊ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ആവറേജ് സ്പീഡ് കിട്ടി 6 കിലോമീറ്റർ പെർ അവറും ആവറേജ് വെലോസിറ്റി 0 ആണ് വരുന്നത്. അങ്ങനെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആവറേജ് സ്പീഡ് 6 കിലോമീറ്റർ പെർ അവറും ആവറേജ് വെലോസിറ്റി 0 ആണ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A cyclist moves on a circular track of radius. ഒരു സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യാണ്. ആ സർക്കുലർ ട്രാക്കിന്റെ റേഡിയസ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 80 മീറ്റർ ആയിരിക്കും. ആൻഡ് കംപ്ലീറ്റ്സ് ഹാഫ് റെവല്യൂഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഹാഫ് റെവല്യൂഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഹാഫ് റെവല്യൂഷൻ എത്ര നേരം കൊണ്ടാണ്? 40 സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്തത്. അപ്പൊ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇതിന്റെ ഡയമീറ്റർ തന്നെയാണല്ലോ ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അപ്പം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 80 മീറ്റർ ആണ്. ടൈം വരുന്നത് 40 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? കറക്റ്റ് ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു a പ്ലസ് BT² എന്ന് തന്നിട്ടുണ്ട്. വേർ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എന്താ? 8.5 എന്ന് തന്നിട്ടുണ്ട്. ബിയുടെ വാല്യൂയും തന്നിട്ടുണ്ട് 2.5 meter per second square. Find the velocity at time t is equal to 2 seconds. Time t equal to 2 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള വെലോസിറ്റി. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് dx/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. dx/dt ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. a പ്ലസ് BT². അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അത് 0 ആയി പോകും. പ്ലസ് കോൺസ്റ്റന്റ് അതുപോലെ എഴുതി b. ഇനി d/dt ഓഫ് t². അപ്പൊ നമുക്കറിയാം d/dx ഓഫ് x⁻n എന്താണ്? nx⁻n - 1 ആണ്. അപ്പം d/dt ഓഫ് t² എന്ന് പറയുമ്പോൾ
2t ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ എന്ത് കിട്ടി? 2bt ആണ്. ഇനി ബാക്കി b യുടെ വാല്യൂ ടൈം t ഈക്വൽ ടു 2 സെക്കൻഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 2 b യുടെ വാല്യൂ 2.5 ടൈം 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് 12ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ. ഒരു കാറിന്റെ സ്പീഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ആ കാറിന്റെ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 2t into 3 - t തന്നിട്ടുണ്ട്. അറ്റ് വാട്ട് ടൈം ദ വെലോസിറ്റി ഈസ് മാക്സിമം? ഏത് സമയത്താണ് വെലോസിറ്റി മാക്സിമം ആവുന്നത്? വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയാലേ വെലോസിറ്റി മാക്സിമം ആവും. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ dv/dt. അപ്പൊ dv/dt ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്ന മാക്സിമം ആവാൻ പറ്റും. അപ്പൊ നമ്മൾ dv/dt കണ്ടുപിടിക്കാം. v ഈക്വൽ ടു 2t 3 - t. അപ്പൊ നമുക്ക് എന്ത് വരും? 6t - 2t² എന്ന് കിട്ടും. ഇനി dv/dt കണ്ടുപിടിക്കുമ്പോൾ 6 - 2 × 2 40 എന്ന് കിട്ടും. 6 - 40 ഈക്വൽ ടു 0 ചെയ്യാം. dv/dt ഈക്വൽ ടു 0 ആകുമ്പോഴല്ലേ മാക്സിമം നമുക്ക് വെലോസിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6 - 40 ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t ഈസ് ഈക്വൽ ടു 3/2 സെക്കൻഡ് എന്ന് കിട്ടും. 3/2 സെക്കൻഡ്. അപ്പൊ ഈ 14ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. x is equal to x0 into 1 minus e raised to minus kt. t എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x0 ഗ്രേറ്റർ ദാൻ 0 ആണ്, k ഗ്രേറ്റർ ദാൻ 0 ആണ്. വിത്ത് വാട്ട് വെലോസിറ്റി ഡസ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്? അപ്പൊ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുമ്പോൾ അറ്റ് t is equal to 0 ആണ്. ഇവിടെ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആണ് തന്നിട്ടുണ്ട്. അതിന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. dx/dt എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വെലോസിറ്റി കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? d/dt of x0 minus x0 into e raised to minus kt എന്ന് വരും. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 minus k into e raised to minus kt എന്ന് കിട്ടും. മൈനസും കൂടെ പ്ലസ് ആവും. അപ്പൊ k x0 e raised to minus kt. ഇവിടെ നമ്മൾ tക്ക് at t is equal to 0 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. t equal to 0 ആകുമ്പോൾ x0 k എന്ന് കിട്ടും. അപ്പൊ x0 k വരുന്ന ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. സ്പീഡ് ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം t is equal to 0 to. ഒരു സ്പീഡ് ടൈം ഗ്രാഫ് ആണ് അല്ലെ. ഒരു സ്പീഡ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലേ. ഏരിയ ഓഫ് സ്പീഡ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇവിടെ ഹാഫ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 10ഉം ബേസ് എത്രയാണ്? ഹാഫ് 10 × 12 ചെയ്താൽ മതി. ഹാഫ് BH. ഹാഫ് 10 × 12 നമുക്ക് 60 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് 60 മീറ്റർ ആണ് വരുന്നത്. 60 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. മോഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ. എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എത്രയാണ്? 15 സെന്റിമീറ്ററും ബിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി അറ്റ് എന്താണ്? വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ടൈം ടി ഈസ് ഈക്വൽ 3 സെക്കൻഡിൽ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് മോഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? dx by dt ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2b into t എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2b3 ആണ്. t is equal to 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. 3 into 3 9, 9 into 2 18. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് 17ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു 17ഓളം MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി ഫർദർ ചാപ്റ്റേഴ്സിന്റെ കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.